ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് 14 ജില്ലകളാണുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഇത്ര ജില്ലകൾ മതിയോ? പോരെന്ന ചർച്ച തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. ഇപ്പോഴിതാ വീണ്ടും ജില്ലാ വിഭജന ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഇത്തവണ മൂവാറ്റുപുഴയെ പ്രത്യേക ജില്ലയാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് മാത്യു കുഴൽനാടൻ MLA ആണ്. പ്രദേശത്തുള്ളവരുടെ ദീർഘകാല ആവശ്യമാണെന്നും പരിഗണിക്കണമെന്ന് മുഖ്യമന്ത്രിയെ വേദിയിൽ MLA ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മൂവാറ്റുപുഴക്കാർക്ക് ഒരു ഓണ സമ്മാനം അങ്ങ് നൽകിയിട്ടേ പോകാമുള്ളൂ എന്നുള്ളതാണ്. കാരണം ഏറെക്കാലമായി ഞങ്ങൾ വറുതിയിലും പട്ടിണിയിലുമാണ്. സത്യം പറഞ്ഞു, എല്ലാവരും അങ്ങയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഓണ സമ്മാനം എന്ന് പറയുന്നത് അങ്ങയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് ഒരു പുതിയ ജില്ല രൂപീകരണമാകുമെങ്കിൽ ആദ്യത്തെ ജില്ല മൂവാറ്റുപുഴ ജില്ലയായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം വളരെ തിരക്കിലിരുന്ന സമയത്താണ് ഞാൻ ചെന്നത്. അപ്പൊ അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കിൽ ഒരു മറുപടി പറഞ്ഞു. നീ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം, നീ ആശങ്കപ്പെടേണ്ട, സമയം വരട്ടെ, നിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്റെ പ്രത്യേക കരുതൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സജോ ദേവസിയാണ്. സജോ, ദീർഘകാലത്തെ ആവശ്യമാണ്, പ്രത്യേകിച്ച് എറണാകുളത്തിന്റെ മലയോര മേഖലയിലൊക്കെ ഉള്ളവർക്ക് കൊച്ചി നഗരത്തിലൊക്കെ ജില്ലാ ആസ്ഥാനത്തൊക്കെ എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ജില്ലാ വിഭജനം ആവശ്യമാണെന്ന് നേരത്തെ തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നതാണ്. അത് തന്നെയാണ് MLA ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമായി മുന്നോട്ട് വയ്ക്കുന്നതും, അല്ലേ? വിനീത, മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യം നാളുകളായി ഉള്ളതാണ്. അത്തരം നിവേദനങ്ങൾ സർക്കാരുകളുടെ മുന്നിൽ വന്നതാണ്. സംസ്ഥാനത്ത് പക്ഷേ നമുക്കറിയാവുന്നതുപോലെ 82-ൽ പത്തനംതിട്ട, 84-ൽ കാസർഗോഡ്, അങ്ങനെ ഈ 2 ജില്ലകൾ രൂപീകരിച്ചതിന് ശേഷം സംസ്ഥാനത്ത് മറ്റൊരു ജില്ല രൂപീകരിച്ചിട്ടില്ല. ഏതാണ്ട് ഒരു 4ഓളം ജില്ലകളുടെ പ്രപ്പോസലുകൾ, ആശയങ്ങൾ, ചർച്ചകൾ വിവിധ സർക്കാരുകൾക്ക് മുന്നിൽ വന്നതുമാണ്. അതിൽ പക്ഷേ പിന്നീട് കാര്യങ്ങൾ ഏതെങ്കിലും പ്രായോഗിക തലത്തിൽ മുന്നോട്ട് പോയിട്ടില്ല. അതിൽ മുഖ്യമന്ത്രി മാത്യു കുഴൽനാടൻ MLA മൂവാറ്റുപുഴ നഗരസഭയുടെ ഓണാഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയാണ് അദ്ദേഹത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അതായത് എറണാകുളം, ഇടുക്കി ജില്ലകളുടെ ഭാഗങ്ങൾ ചേർത്ത് ലോ റേഞ്ചിൽ ഉൾപ്പെട്ട, എന്നാൽ എറണാകുളം ജില്ലയുടെ മലയോര മേഖല, ഇടുക്കി ജില്ലയുടെ ഭാഗം, അതായത് തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം ഒക്കെ ഉൾപ്പെടുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് ഒരു ജില്ലാ രൂപീകരണം. അപ്പോൾ വികസന പിന്നോക്കാവസ്ഥ, അങ്ങോട്ടേക്കുള്ള ആക്സസ്, ജില്ലാ ആസ്ഥാനത്തേക്കുള്ള ആക്സസ് എന്നിവയെല്ലാം പരിഗണിച്ച് മൂവാറ്റുപുഴ ജില്ല എന്നത് നല്ലൊരു ആശയമാണ് എന്ന മട്ടിലുള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഉണ്ടായതാണ്. അത് പതിറ്റാണ്ടുകളുടെ പഴക്കം അതിനുണ്ട് താനും. പക്ഷേ അത് എവിടെയും എത്തിയിരുന്നില്ല. ഇപ്പോൾ ഈ ജില്ലാ വിഭജനം സംബന്ധിച്ചുള്ള ചർച്ച, അല്ലെങ്കിൽ ഒരു പുനർവിഭജന കമ്മീഷൻ എന്ന ആശയം പുതിയതല്ല. കഴിഞ്ഞ ബജറ്റിൽ അത് പ്രഖ്യാപിച്ചിരുന്നു. അതായത് UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഈ കാര്യം പരാമർശിച്ചിരുന്നു. അത് ജില്ലകളും താലൂക്കുകളും രൂപത്തിന് വേണ്ടിയുള്ള ഒരു പഠന കമ്മീഷനാണ്. അപ്പോൾ ആ പഠന കമ്മീഷന്റെ മുന്നിൽ ഈ കാര്യം വരും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് ഒരു 4ഓളം ജില്ലകളുടെ വ്യത്യസ്ത പ്രപ്പോസലുകൾ പല കാലങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അവ വരുമോ എന്നതാണ് ഈ ചർച്ചകളുടെ ആക്കം കൂടുതൽ കൂട്ടുന്നു, അല്ലെങ്കിൽ വീണ്ടും ആ ചർച്ചകളെ സജീവമാക്കുന്നു. എന്താണ് ഇതിൽ സവിശേഷമായ കാര്യമായി കാണേണ്ടത്? അതാണ്. ഏതായാലും മുഖ്യമന്ത്രിയോട് MLA തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സജോ പറഞ്ഞതുപോലെ തന്നെ ബജറ്റിൽ വന്നിട്ടുള്ള പ്രഖ്യാപനമാണ്. ഇപ്പോഴിതാ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും വീണ്ടും ചർച്ചകൾ സജീവമാകുന്നു എന്നതാണ്.